നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ 1-1 സമനിലയിലാണല്ലോ പിരിഞ്ഞത്. കളിയിൽ പോർച്ചുഗലിന് വിജയത്വര ഉണ്ടായില്ല എന്നൊരു വിമർശനം പൊതുവെയുണ്ട്. കളിക്ക് ശേഷം കോച്ച് റോബർട്ടോ മാർട്ടിനസ് ടീമിനെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, വിജയിക്കുക എന്നുള്ളതല്ല, വി ഡോണ്ട് നീഡ് ടു വിൻ ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് വിജയിക്കുക എന്നതല്ല ഞങ്ങളുടെ ആവശ്യം, മറിച്ച് we need to perform well and execute what is required for us. എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. വി നീഡ് ടു പെർഫോം വെൽ, അതാണ് പ്രധാനം. എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നേടുക എന്നുള്ളൊരു ബേർഡൻ ഷോൾഡറിൽ ഏന്തിക്കൊണ്ട് ചുമലിൽ എറ്റിക്കൊണ്ട് കളിക്കുകയല്ല വേണ്ടത്, മറിച്ച് മുന്നിലുള്ള മത്സരങ്ങൾ വിജയിക്കുക. അവർ ഗോൾ ഈസ് ടു കളക്ട് ആസ് മെനി പോയിന്റ്സ് ആസ് പോസിബിൾ ഇൻ ദി ഗ്രൂപ്പ് സ്റ്റേജ്. ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് ലഭ്യമാകാവുന്ന അത്ര പോയിന്റുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നേടുക എന്നുള്ളതല്ല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വേൾഡ് കപ്പ് നേടണമല്ലോ എന്ന് വിചാരിച്ച് അതൊരു ഭാരമായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കെട്ടിവെച്ച് കളിക്കുകയല്ല വേണ്ടത്. ആ ടീമിനെ പുറകോട്ട് വലിക്കും, മറിച്ച് കിട്ടാവുന്ന അത്ര പോയിന്റുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നേടുക, അതാണ് ഇപ്പോൾ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ടീമിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാച്ച് ഞങ്ങൾ വളരെ നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ദി ഹാർഡസ്റ്റ് തിങ് ഈസ് ടു സ്റ്റാർട്ട് ദി മാച്ച് വെൽ. നല്ല രൂപത്തിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ടേറിയ കാര്യം. എന്നിട്ട് മാച്ചിനെ കുറിച്ച് നമുക്ക് കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് കളക്റ്റീവായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ആദ്യ ഗോള് അടിച്ചു, എന്നിട്ട് അവർ ഗോൾ അടിക്കുന്നവരെ ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഗോള് തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ഗോൾ അടിച്ചപ്പോൾ കൂടുതൽ കൺട്രോൾ ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു. എന്നിട്ട് സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണമായിരുന്നു, പെനാൽറ്റി ഏരിയയിലേക്ക് കൂടുതലായിട്ട് കടക്കണമായിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഞങ്ങൾ ഗോൾ അടിച്ച് ഞങ്ങൾ മാച്ച് കൺട്രോൾ ചെയ്യുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഞങ്ങളുടെ ആ ഒരു റിലക്റ്റൻസ്, അതായത് ലീഡ് വീണ്ടും പിടിക്കാനുള്ള ആ ഒരു റിലക്റ്റൻസ് ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട ഏരിയകളിൽ DR കോങ്കോക്ക് കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനും കൗണ്ടർ അറ്റാക്ക് ലോഞ്ച് ചെയ്യാനുമുള്ള അവസരമൊരുക്കിയായിരുന്നു. ലക്കും ഇവിടെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട്. ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ഒരു ഗോള് വഴങ്ങുക എന്ന് പറഞ്ഞാൽ അത് വെരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്ലെയേഴ്സിൻ്റെ സ്പിരിറ്റ് വളരെ പോസിറ്റീവാണ്. ഞാൻ പറയും അത് ഈവൻ എക്സെപ്ഷണലാണെന്ന് പറയും. ഏതായാലും വേൾഡ് കപ്പ് വിജയിക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് വരും മത്സരങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അൻറ്റിൽ ദി ഫസ്റ്റ് ഗോൾ വി പ്ലേഡ് ദി ഗെയിം ആസ് ഇറ്റ് വാസ്, ദെൻ വി സ്റ്റാർട്ടഡ് ടു ഫീൽ ദി ഡിസയർ ടു വിൻ ദി വേൾഡ് കപ്പ്. വി ഡിഡ്ന്റ് ലുക്ക് ഫോർ ഡെപ്ത് ഓർ സ്പേസ്, ബട്ട് ദാറ്റ് ഹാപ്പൻസ് എന്നുകൂടി ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇപ്പോഴേ വേൾഡ് കപ്പ് ജയിക്കണമല്ലോ, വേൾഡ് കപ്പ് നേടണമല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഭാരം പേറിക്കളിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക, ഓരോ ഗെയിമും അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിലെടുക്കുക, ഗെയിം ബൈ ഗെയിം ആയിട്ട് മുന്നോട്ട് പോവുക, അതാണ് പോർച്ചുഗൽ ചെയ്യേണ്ടത്. വരും മത്സരങ്ങളിൽ അവരത് ചെയ്യും, മികച്ച വിജയം നേടും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ക്രിസ്ത്യാനോ പറഞ്ഞ പോലെ ഒറ്റക്കളി കൊണ്ടൊന്നും നഷ്ടമായിട്ടില്ലടോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.